ഹലോ, ഇന്നത്തെ ഈ ഒരു അടിപൊളി മീനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നമ്മുടെ ഒരു സൂത മീനാട്ടോ. ഇത് കട്ട് ചെയ്യുന്ന എങ്ങനെയെന്നൊന്നും എനിക്കറിയില്ല, പക്ഷേ എന്തായാലും ഞാനൊന്ന് ശ്രമിച്ച് നോക്കാമെന്ന് വെച്ചിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ മീനിൻ്റെ വലയും തലയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ കത്തിക്ക് നല്ല മൂർച്ചയില്ലാത്തതുകൊണ്ട് തന്നെ നന്നായി പാടുപെടുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളിതേ കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷമാണ് എനിക്ക് മനസ്സിലായത് തോല് മൊത്തം ഉരിച്ചെടുക്കണം കേട്ടോ. അതൊരു വല്ലാത്തൊരു പണിയായിരുന്നേ. അങ്ങനെ നമ്മളിതേ തലയൊക്കെ ഒന്ന് വെട്ടി മാറ്റി തല ശരിക്കും നമ്മൾ കറി വെക്കാം, പക്ഷേ കറി വെക്കാൻ പറ്റില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തലയിൽ അത്ര വലിയ മാംസം സംഭവങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, ചികിളപ്പൂക്കൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ വെച്ചു തല വേണ്ട, വേസ്റ്റ് ആണെന്ന്. അങ്ങനെ അതേ തല മുറിച്ച് മാറ്റുന്നുണ്ട്. ഇത് നല്ല കട്ടിയായത് കൊണ്ട് തന്നെ മുറിക്കാൻ വളരെ പ്രയാസമായിരുന്നു കേട്ടോ. നമ്മൾ തലയ്ക്ക് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ തലയുടെ ഉള്ളിലെ വേസ്റ്റുകളും സംഭവങ്ങളൊക്കെ എടുത്തതിന് ശേഷം ഞാൻ ഒന്നുകൂടി നോക്കിയിട്ട് തല നമുക്ക് കറി വെക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരുന്നു. തല നന്നായിട്ട് ഞാൻ ക്ലീൻ ചെയ്ത് വെച്ചു, വേണമെങ്കിൽ എടുക്കാമെന്ന് വെച്ചിട്ട് ഞാൻ ക്ലീൻ ചെയ്ത് വെച്ചാൽ കേട്ടോ. അങ്ങനെ നന്നായിട്ട് നമ്മൾ തൊലി ഉരിച്ചെടുക്കുന്നുണ്ട്. നല്ല റൗണ്ടിൽ കട്ട് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്, പക്ഷേ എനിക്കത് കഴിയുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ തൊലി ഉരിക്കാൻ തന്നെ നല്ല പ്രയാസമുള്ളതുകൊണ്ട് തന്നെ റൗണ്ടിൽ എന്തായാലും നമുക്കത് കട്ട് ചെയ്തെടുക്കാൻ കഴിയില്ല. അവസാനം ഗൈസ് ഞാനിത് ഇങ്ങനെയൊക്കെ തൊലിയൊക്കെ ഉരിച്ച് നന്നായിട്ട് ചെറിയ പീസസ് ആക്കാട്ടോ ചെയ്തത്. കാരണം എനിക്ക് റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കാൻ കഴിഞ്ഞിരുന്നില്ല, ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ ഈ മീൻ കട്ട് ചെയ്യാൻ. അതുപോലെ തന്നെ നല്ല ബ്ലഡും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇങ്ങനെ ചെറുതായിട്ടാട്ടോ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. തൊലിയൊക്കെ നന്നായിട്ട് ഉരിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. കാരണം തൊലിക്ക് ഭയങ്കര കയ്പ്പുള്ള കാരണം നമുക്കിത് ഫ്രൈ ചെയ്യുമ്പോൾ നന്നായിട്ട് കയ്പ്പ് ഫീൽ ചെയ്യും കേട്ടോ. അതുകൊണ്ട് ഞാൻ തൊലി കംപ്ലീറ്റ് എടുത്തതിന് ശേഷം ഇത് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കാട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ സാധാ മീനിൽ യൂസ് ചെയ്യുന്ന പോലെ തന്നെ ഉപ്പും കുരുമുളക് പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും എല്ലാം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചു കേട്ടോ. കുറച്ച് നേരം നമ്മൾ റെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രമാണ് ഞാൻ കുക്ക് ചെയ്തത്. എനിക്ക് സൂതാമീൻ ഞാൻ അങ്ങനെ കഴിച്ച് ശീലമില്ല കേട്ടോ, ഫസ്റ്റ് ടൈമാണ് ഇത് കഴിക്കുന്നത്. അപ്പോൾ എങ്ങനെ ഉണ്ടാവും എന്നുള്ള ഒരു ആകാംക്ഷയിലായിരുന്നു കേട്ടോ സത്യം പറഞ്ഞാൽ. അങ്ങനെ ഞാൻ മുളകൊക്കെ നന്നായിട്ട് തിരുമ്മി അങ്ങ് കുറച്ച് നേരം ഫ്രീസറിൽ വെച്ചു കേട്ടോ. അതിനുശേഷം ഒരു 10-15 മിനിറ്റിന് ശേഷം ഞാൻ പുറത്തെടുത്ത് കുറച്ച് കറിവേപ്പില കൂടി വിതറി കൊടുത്ത് നമ്മളിതേ പാൻ അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് ഫ്രൈ ആക്കാം കേട്ടോ. മേലെ നമ്മൾ കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇത് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നല്ല അടിപൊളി ലഞ്ച് എന്ന് വെച്ചാൽ നല്ല കോവലുപ്പേരിയും അതുപോലെ തക്കാളിക്കറി നല്ല അടിപൊളി സൂത ഫ്രൈ ആയിരുന്നു കേട്ടോ. ഇതൊക്കെ ഇട്ടൊരു അടിപൊളിയായിട്ട് ഞാൻ കഴിച്ചു. അപ്പോൾ അത്രയൊക്കെയുള്ളൂ. നമുക്ക് നെക്സ്റ്റ് വീഡിയോസ് കാണാം. അതുവരേക്കും ബൈ.